ഹായ് എസ് എൽ ടോക്സിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത് ഒരു സ്ക്രിപ്റ്റിംഗ് മെത്തേഡാണ്. അതായത് ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ഉള്ളിൽ വല്ലാത്തൊരു ആഗ്രഹമുണ്ട്. അതായത് നിങ്ങൾ ഒരാളെ സ്നേഹിക്കുന്നുണ്ട്, സ്വപരമായിട്ട് ലൈഫ് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്മൂത്തായിട്ടൊക്കെ പോകണം എന്ന് ഉള്ളിലൊരു ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റിംഗ് മെത്തേഡാണ് ഇന്ന് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതെന്താണ് സ്ക്രിപ്റ്റിംഗ് മെത്തേഡൊക്കെ കുറേ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം. കുറേ കാര്യങ്ങൾ ഇതേപോലെ തന്നെ കുറേ വീഡിയോസിലും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഇത് കാണുന്ന ആളുകളിൽ മിക്കവരും ഓൾറെഡി റിലേഷൻഷിപ്പിൽ ഉള്ള ആളുകളായിരിക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ റിലേഷൻഷിപ്പിലാണ്, പക്ഷേ കുറച്ചുകൂടി ഒന്ന് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകണം. അതായത് ആൾ കുറച്ചുകൂടി ഒന്ന് റിലേഷൻഷിപ്പ് ആയിട്ട് കണക്ട് ചെയ്ത്, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആൾ കുറച്ചുകൂടി ഒന്ന് റൊമാൻറ്റിക് ആവണം, എന്നോട് ഭയങ്കര സ്നേഹമായിട്ട് പെരുമാറണം, കുറച്ചുകൂടി സ്ട്രോങ് ആവണം. ഇനിയിപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ മറ്റു ചിലരെന്ന് പറയുമ്പോൾ ഇപ്പോൾ ചെറിയൊരു പിണക്കവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കും. സോ അതെല്ലാം ഒന്ന് ഓക്കെ ആയിട്ട് മുന്നോട്ട് വരണം, അതായത് ആൾ തന്നെ എൻ്റെ അടുത്തേക്ക് ഒന്ന് വരണം, ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. സോ ഇതുപോലെ റിലേഷൻഷിപ്പിലുള്ള എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും ഈ ഒരു സ്ക്രിപ്റ്റിംഗ് മെത്തേഡ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ്. വളരെ സിമ്പിളാണ്. സ്ക്രിപ്റ്റിംഗ് മെത്തേഡ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എഴുതാനുള്ള കാര്യങ്ങളുണ്ട് എന്നുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ കയ്യിലൊരു പേനയും അതുപോലെ തന്നെ ഒരു പേപ്പറും ഉണ്ടായിരിക്കണം. എഴുതേണ്ടതെന്ന് പറയുമ്പോൾ ഇപ്പോൾ നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് എന്നുള്ള കാര്യമായിരിക്കണം. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ആ റിലേഷൻഷിപ്പിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ടുള്ള രീതിയിലാവണം ആലോചിക്കുന്നുണ്ടാവുക. അതായത് ആ ബന്ധം എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ, വളരെ സന്തോഷമായിട്ട് നിങ്ങൾ ഇരിക്കുന്ന മൊമെന്റ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാവണം നിങ്ങൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ അത്രയും ഹാപ്പിയായി ഇരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? ഇപ്പോൾ നിങ്ങളെ അവർ ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിൽ ചിലപ്പോൾ ആഗ്രഹം ഉണ്ടായിരിക്കാം അവർ നിങ്ങളെ ഡെയിലി വിളിക്കണം എന്നുള്ളതായിരിക്കാം. അപ്പോൾ അങ്ങനെ ഡെയിലി വിളിക്കുന്നുണ്ട് എന്നുള്ളതായിരിക്കാം, ഒരുപാട് കെയർ ചെയ്യുന്നുണ്ട് എന്നുള്ളതോ, അല്ലെങ്കിൽ ഒരുപാട് സംസാരിക്കുന്നുണ്ട് എന്നുള്ളതോ, ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഗിഫ്റ്റുകൾ തരുന്നുണ്ട് എന്നുള്ളതോ, അങ്ങനെ പല കാര്യങ്ങളുമായിട്ട് അത് വരാം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും ശ്രദ്ധിക്കേണ്ടത് വളരെ ഹാപ്പി ആയ രീതിയിലായിരിക്കണം നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചിന്തിക്കാനും എഴുതാനും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് ആ കയ്യിലെടുത്തിട്ടുള്ള പേപ്പറിലോ, അല്ലെങ്കിൽ ബുക്കാണെങ്കിൽ ബുക്ക് കുഴപ്പമില്ല, അപ്പോൾ ആ ബുക്കിലോ നിങ്ങൾക്ക് എഴുതാം. അപ്പോൾ അത് വളരെ ചെറുതായിട്ട് നിങ്ങൾ എഴുതരുത്, ഒരു 1-2 പേജൊക്കെ നിങ്ങൾ എഴുതാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ നിങ്ങൾക്കത് പാരഗ്രാഫായിട്ടോ അല്ലെങ്കിൽ സെന്റൻസ് ആയിട്ടോ എഴുതാനായിട്ട് പറ്റും. പക്ഷെ അത് വിശദീകരിച്ചാൽ എഴുതാനായിട്ട് നോക്കുക കേട്ടോ. വളരെ കുഞ്ഞതായിട്ട്, അതായത് ആളെന്നെ കെയർ ചെയ്യുന്നു, അല്ലെങ്കിൽ ഇന്ന ആള് എന്നെ വിളിക്കാറുണ്ട് എന്നുള്ള രീതിയിൽ ആവരുത് നിങ്ങൾ എഴുതുന്നത്. അത് നല്ല ക്ലിയർ ആയിട്ട് കൃത്യമായി കുറച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടൊക്കെ എഴുതാനായിട്ട് നോക്കുക. അങ്ങനെ എഴുതിയ കുറച്ചുകൂടി നല്ലതാണ് എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ എഴുതാം എന്നുള്ളതാണ്. അപ്പോൾ ഇത് എഴുതുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ യൂണിവേഴ്സൽ ലാംഗ്വേജിൽ വേണം എഴുതാനായിട്ട് എന്നുള്ളതാണ്. അപ്പോൾ എന്താണിത് എന്നുള്ളത് ഏകദേശമൊക്കെ ചിലർക്ക് അറിയുണ്ടാവും, ചിലർക്ക് അറിയണ്ടാവില്ല. ഞാൻ പറഞ്ഞുതരാം. അതായത് യൂണിവേഴ്സൽ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ എഴുതുന്ന ഓരോ സെന്റൻസും ഇപ്പോൾ ആണ് എന്നുള്ള രീതിയിൽ എഴുതാം, അല്ലെങ്കിൽ ചെയ്യുന്നു, ചെയ്യാറുണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ പറയുമല്ലോ. അതായത് പ്രസന്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം, അതായത് നടക്കുന്നു എന്നുള്ള രീതിയിൽ വേണം നിങ്ങൾ എഴുതാനായിട്ട് എന്നുള്ളതാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞങ്ങൾ വളരെ ഹാപ്പി ആയിട്ടുള്ള റിലേഷൻഷിപ്പിലാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ആ രീതിയിൽ എഴുതുക. അല്ലെങ്കിൽ ഇന്ന ആളുടെ പേര് എഴുതിയിട്ട് എന്നെ ഒരുപാട് കെയർ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഇപ്പം ഇന്ന ആൾ ദീപു എന്നാണെങ്കിൽ ദീപു എന്നെ ദിവസവും വിളിക്കാറുണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ എഴുതാറുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നിങ്ങളിത് എഴുതേണ്ടത് എന്നുള്ളതാണ്. അതായത് നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള രീതിയിൽ നിങ്ങൾ എഴുതാനായിട്ട് ശ്രമിക്കുക. അത് ഞാൻ വീണ്ടും പറയുന്നു, 1-2 പേജിലൊക്കെ നിങ്ങൾ എഴുതാൻ നോക്കുക എന്നുള്ളതാണ്. ഇത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒറ്റ പ്രാവശ്യം എഴുതിയാൽ മതി. ഇപ്പോൾ 1-2 പേജ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വല്ലാതെ സംശയിക്കേണ്ടാവും, ദൈവമേ 1-2 പേജൊക്കെ ഡെയിലി എഴുതണോ എന്നുള്ളത്. അങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നിങ്ങൾ വളരെ കൂടുതലായിട്ട് എഴുതിയെന്നൊക്കെ ഉണ്ടെങ്കിൽ ഒരു പ്രാവശ്യം മാത്രമേ എഴുതിയാൽ മതി. പക്ഷേ വളരെ കുഞ്ഞതായിട്ടുള്ള രീതിയിലാണ് നിങ്ങൾ എഴുതിയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെയിലി എഴുതുന്നത് കുറച്ച് നല്ലതാണ്. അങ്ങനെ അല്ലെങ്കിൽ ഒറ്റ പ്രാവശ്യം മതി. ഈ ഒരു പ്രാവശ്യം എഴുതിയ സംഭവം തന്നെ നിങ്ങൾ ഡെയിലി വായിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ രാത്രി നിങ്ങൾ കിടന്നുറങ്ങുന്നതിന് തൊട്ട് മുന്നും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാലും ആ ഒരു ടൈമിൽ നിങ്ങളത് വായിക്കാനായിട്ട് ശ്രമിക്കുകയാണ് ചെയ്യേണ്ടത്. അത്ര മാത്രമേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഡെയിലി വായിക്കാൻ പറയുമ്പോൾ ഒരു 21 ദിവസം അല്ലെങ്കിൽ 30 ദിവസമൊക്കെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ലതാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മൈൻഡിലേക്ക് ഓൾറെഡി പോസിറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ വന്നുകൊണ്ടിരിക്കും. അതായത് എപ്പോഴും നമ്മുടെ ചിന്തകളെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ തോട്ട്സിൻ്റെ വൈബ്രേഷണൽ ഫ്രീക്വൻസി പോസിറ്റീവായിട്ട് വരികയാണ് വേണ്ടത് എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് നിങ്ങളോട് കുറേ പ്രാവശ്യം പറയാനായിട്ട് പറ്റും, നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക, അവർ തിരികെ വരും എന്നുള്ളത് വളരെ നല്ല രീതിയിൽ വരുന്നതായിട്ടൊക്കെ ആലോചിക്കുക എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇത് നിങ്ങൾക്ക് ആലോചിക്കുക എന്ന് പറയുന്നത് കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. കാരണം നമ്മൾ കുറച്ചൊന്ന് ചിന്തിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നെഗറ്റീവായുള്ള കുറേ കാര്യങ്ങൾ അതിൻ്റെ പുറകെ വരും. ഇപ്പോൾ അവർ നമ്മുടെ അടുത്തേക്ക് വരുന്നു എന്ന് ചിന്തിക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ അവർ തിരിച്ചു പോകുന്നതായിരിക്കും നമ്മുടെ മനസ്സിലേക്ക് അടുത്തൊരു ചിന്ത വരുന്നുണ്ടാവുക, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ അടുത്തൊരു വഴക്കുണ്ടാവുന്നതൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ ചിന്തിക്കുക എന്ന് പറയുന്നത് കുറച്ച് പ്രയാസമുള്ള കാര്യമായതുകൊണ്ട് തന്നെ എഴുതുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൈൻഡിൽ കയറും എന്നുള്ളതാണ്.
അതായത് ഇങ്ങനെ എഴുതുമ്പോൾ സബ് കോൺഷ്യസ്ലി അത്തരം തോട്ട്സ് നമ്മുടെ ഉള്ളിലേക്ക് വരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് ഇവരെ അട്രാക്ട് ചെയ്യിപ്പിക്കാനായിട്ട് കഴിയും എന്നുള്ളതാണ്, അവരെ നിങ്ങളിലേക്ക് കൊണ്ടുവരാനായിട്ട് കഴിയും. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെയാണ് അവർ നിങ്ങളിലേക്ക് തിരികെ വരുന്നത്. അപ്പോൾ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടൊന്നും റിസൾട്ട് ഇല്ലാത്ത ആളുകളുണ്ടാകും. അപ്പോൾ കുറേ അവരെ തിരിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഇടനിലക്കാരെ വെച്ചിട്ട് കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ പല രീതിയിലും പല കാര്യങ്ങളും ചെയ്ത് നോക്കിയിട്ടും ഫലം കിട്ടാത്ത ആളുകളൊക്കെ ആയിരിക്കാം. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടായിരിക്കും ചെയ്താൽ നല്ലതാണോ എന്നുള്ളത്, അല്ലെങ്കിൽ ചെയ്താൽ റിസൾട്ട് കിട്ടുമോ എന്നുള്ളത്. ഞാനൊരു കാര്യം കൂടി പറയുന്നു, നിങ്ങളിപ്പോൾ ഏത് കാര്യം ചെയ്ത് നോക്കുന്ന സമയത്തും പോസിറ്റീവായ രീതിയിൽ മാത്രം അതിനെ കാണുക. അതായത് റിസൾട്ട് കിട്ടുമെന്ന ചിന്തയോട് കൂടിയിട്ട് തന്നെ നിങ്ങളത് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുള്ളൂ. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്ത് നോക്കാതിരിക്കുക. കാരണം ചിലരെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് ഇല്ല എന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ചെയ്തത് കൃത്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 100% റിസൾട്ട് അവിടെ കിട്ടും. അതായത് നിങ്ങൾ കൃത്യമായിട്ട് പറയുന്ന കാര്യം അതേപോലെ തന്നെ മുഴുവൻ കോൺസെൻട്രേഷനും അതിലേക്ക് തന്നെ കൊടുത്തിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് എന്തായാലും കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് അത്രയും പവർഫുൾ ആയിട്ടുള്ള കാര്യമാണ് എന്നുള്ളത് കൂടി നിങ്ങൾ ചിന്തിക്കുക. അപ്പോൾ ഇതിൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അത്രയും പവർഫുൾ ആണ്. സോ ചെയ്ത് നോക്കുമ്പോൾ അത്രത്തോളം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അതിനോട് അത്രത്തോളം വിശ്വാസമായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിൻ്റെതായ റിസൾട്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് കുഞ്ഞൊരു കാര്യമാണ്, വളരെ സിമ്പിളാണ്, ചെയ്യാൻ അത്ര വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് ഇത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഉറപ്പായിട്ട് റിസൾട്ട് ഉണ്ടാവും. അങ്ങനെ റിസൾട്ട് കിട്ടിയിട്ടുള്ള ആളുകളൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. കാരണം അത് കാണുന്ന ആളുകൾക്ക് കുറച്ചുകൂടി ഒന്ന് വിശ്വാസം ഉണ്ടാവാനായിട്ട് സഹായിക്കും. അതേപോലെ നിങ്ങളത് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്കൊരു റിസൾട്ട് കിട്ടുന്ന സമയത്ത് അതുകൂടി ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാനോട് വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടർന്ന് വീഡിയോസൊക്കെ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്